25 ജോഡി യുവതി യുവാക്കൾക്ക് ഗാന്ധി ഭവനിൽ മാംഗല്യം. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ഭവന്റെ സഹകരണത്തോടെ സമൂഹ വിവാഹം നടത്തിയത്. അനുയോജ്യരായ ജോഡികളെ ബന്ധുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ കണ്ടെത്തി കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയാണ് സമൂഹ വിവാഹത്തിനായി തിരഞ്ഞെടുത്തത്. ഗാന്ധി ഭവനിൽ ലോക മലയാളി കൗൺസിൽ 25 നിർധന യുവതികൾക്കാണ് മാംഗല്യമൊരുക്കിയത്. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ 30ാം വാർഷികങ്ങളോട് അനുബന്ധിച്ചാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത 25 ജോഡി യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം പത്തനാപുരം ഗാന്ധിഭവന്റെ സഹകരണത്തോടെ നടന്നത്. വധൂവരന്മാരുടെ വസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, യാത്രാ ചിലവ്, സദ്യ, പോക്കറ്റ് മണി ഉൾപ്പെടെയുള്ള ചിലവുകൾ വഹിച്ചത് മലയാളി കൗൺസിലാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാക്കിലും നോക്കിലും സ്വാന്തനത്താലും സമൂഹത്തിൽ പിന്നോക്കമായവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നതിന്റെ ഉദാഹരണമാണ് സമൂഹ വിവാഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓർത്ത് ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമായ കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ കോർഡിനേഷൻ, മറ്റു കാര്യങ്ങളെന്നെല്ലാം കൃത്യമായി ഇതെല്ലാം നടപ്പാക്കി ഗാന്ധിഭവന്റെ കൂടെ പശ്ചാത്തലത്തിൽ, ഗാന്ധിഭവന്റെ കൂടെ സഹായം ഇവിടെ അത് യാഥാർത്ഥ്യമാക്കി ഇരിക്കുകയാണ്. അതിന് വേൾഡ് മലയാളി കൗൺസിലിനെയും ഗാന്ധിഭവനെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടങ്ങളും വെല്ലുവിളികളും എല്ലാം നടക്കുക. ആ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറേ പേര് ചിരിച്ചുകൊണ്ട് നടക്കുന്നു, അവരുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര സന്തോഷം. കുറേ പേര് ചിരിക്കാതെ നടക്കുന്നു, അവരുടെ ജീവിതത്തിലെല്ലാം ഭയങ്കര സങ്കടം. ഇതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സന്തോഷവും ദുഃഖവും പ്രയാസവും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ വധൂവരന്മാരെ ആശീർവദിക്കാൻ എത്തിയിരുന്നു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, എം.പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, എൻ.കെ. പ്രേമചന്ദ്രൻ, ശൂരനാട് മൗണ്ട് സീനായി ആശ്രമം സുപ്പീരിയർ ഗീവർഗീസ് റംബാൻ, പാളയം ചീഫ് ഇമാം ഡോക്ടർ വി.പി. ഷുഹൈബ് മൗലവി, ശുഭാനന്ദാശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ലോക മലയാളി കൗൺസിൽ ഭാരവാഹികളായ നൈനാൻ മത്തായി, ജോൺ മത്തായി, ഗോപാലപിള്ള, ക്രിസ്റ്റഫർ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. നേരത്തെ ആയിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നിരന്തരം വിവിധ സംഘടനകളുടെ സമൂഹ വിവാഹ ചടങ്ങുകൾ. അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് സമൂഹ വിവാഹം നടത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഒന്ന് ജോഡികൾ, പിന്നെ അവരുടെ സമുദായം, മതം, ഇതൊക്കെ അനുയോജ്യമായ രീതികളൊക്കെ കണ്ടെത്തുക, പിന്നെ അതിനുവേണ്ടി വരുന്ന വാണിജ്യ ചെലവ്, ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് സമൂഹവിവാഹം എന്നുള്ള പ്രകടനം. എന്നാൽ തീർച്ചയായും വീണ്ടും വേൾഡ് മലയാളി കൗൺസിൽ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.